പ്രിയമുള്ളവരെ, 2025 ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള ആവേശോജ്വലമായ ഒരുക്കത്തിലൂടെ ലോകം മുഴുവനും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തിൻ്റെ അവസാനത്തെ നാളുകളായതുകൊണ്ടും കുട്ടികൾക്കൊക്കെ സ്കൂളിൽ അവധി കിട്ടുന്നതുകൊണ്ടും ജോലി ചെയ്യുന്നവർക്കൊക്കെ കുറേ സ്വസ്ഥതയൊക്കെ ആ ദിവസങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുന്നതുകൊണ്ടൊക്കെ വലിയ പ്രതീക്ഷയോടും വലിയ പ്രത്യാശയോടും കൂടെയാണ് ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നത്. ക്രൈസ്തവ സമൂഹം 25 ദിവസക്കാലം നോമ്പ് നോറ്റ് പുണ്യപ്രവൃത്തികളിലൂടെ, ത്യാഗപ്രവൃത്തികളിലൂടെ ഈശോയ്ക്ക് ഹൃദയത്തിൽ ജന്മം നൽകണം എന്ന ആഗ്രഹത്തോടുകൂടെ, പ്രതീക്ഷയോടുകൂടെ, പ്രത്യാശയോടുകൂടെ പ്രാർത്ഥനാ നിർഭരമായിട്ട് ഈ ദിവസങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി ആവേശോജ്വലമായിട്ട് കാത്തിരിക്കുകയാണ്. ഒരുക്കങ്ങളും കാത്തിരിപ്പുകളും ഉണ്ടെങ്കിലും പലപ്പോഴും ഈ ക്രിസ്തുമസിൻ്റെ ആന്തരിക യാഥാർത്ഥ്യം നഷ്ടപ്പെട്ടു പോകുന്നതുപോലെ ആഘോഷ പരിപാടികൾ കൂടുതലായി മാറുന്നു. ആഘോഷങ്ങൾക്കിടയിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്ന ക്രിസ്തുവിൻ്റെ സന്ദേശം, ക്രിസ്തുമസിന് നൽകുന്ന സന്ദേശം എവിടെയോ കൈമോശം വന്നു പോകുന്നില്ലയോ? ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ശേഷം ക്രിസ്തുവില്ലാത്ത അവസ്ഥ, ആഘോഷങ്ങൾക്ക് ശേഷം മാത്രമല്ല, ആഘോഷങ്ങളുടെ നടുവിൽ പോലും ക്രിസ്തുവില്ലാതെ പോകുന്ന അവസ്ഥയിലേക്ക് ക്രിസ്തുമസ് ആഘോഷങ്ങൾ മാറിപ്പോകും. അതുകൊണ്ട് നമ്മൾ വലിയ മുൻകരുതലോടുകൂടെ വേണം ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുവാൻ. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദാവീദിൻ്റെ പട്ടണത്തിൽ രക്ഷകനായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ജനനം സന്തോഷത്തിൻ്റെ വാർത്തയാണ്. കർത്താവിൻ്റെ ജനനം പ്രത്യാശയുടെ വാർത്തയാണ്. കർത്താവിൻ്റെ ജനനം സമാധാനത്തിൻ്റെ സദ്വാർത്തയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്മസ് ആഘോഷിക്കുന്നവർക്ക് ഈ സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നൽകണം. അത് ലോകം നൽകുന്ന ഭൗതിക വസ്തുക്കൾ ആസ്വദിച്ചുകൊണ്ടുള്ള സന്തോഷമല്ല, മറിച്ച് ക്രിസ്തു നൽകുന്ന സന്തോഷമാണ്. ക്രിസ്തു ഉള്ളിൽ നിന്ന് നിറഞ്ഞു കഴിയുമ്പോൾ അനുഭവിക്കുന്ന വലിയ സന്തോഷം. നമ്മൾ പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയാണ്. കർത്താവ് ഈശോ മിശിഹ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ അനുഭവിച്ച വലിയ സന്തോഷം, യേശുവിൻ്റെ അമ്മയായി മാറുവാൻ വേണ്ടി ദൈവത്തിരുമുൻപിൽ ആമേൻ പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ അനുഭവിച്ച വലിയൊരു സന്തോഷം, ദൈവപുത്രന്റെ വളർത്തുപിതാവാകുവാൻ വേണ്ടി ദൈവത്തിരുമുൻപിൽ യേസ് ലോർഡ് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ മാർ യോസേപ്പ് പിതാവ് അനുഭവിച്ച ആ വലിയ സന്തോഷം നമ്മൾ കണ്ടുമുട്ടുന്നവർക്കും നമ്മളുമായിട്ട് ഇടപെടുന്നവർക്കൊക്കെ പങ്കുവെച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ക്രിസ്തുമസ് വെറും ബാഹ്യമായ ആഘോഷങ്ങളിൽ നക്ഷത്ര വിളക്കുകൾ തൂക്കുന്നതിലും തോരണങ്ങൾ വലിച്ചു കെട്ടുന്നതിലും നിറപ്പകട്ടാർന്ന അലങ്കാര ബൾബുകൾ ചാർത്തുന്നതിലും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതിലും ക്രിസ്മസ് ഗാനങ്ങൾ ആലപിക്കുന്നതിലും ക്രിസ്മസ് പപ്പയായി വേഷം കെട്ടുന്നതിലൊക്കെ ചുരുങ്ങിപ്പോകാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുമസ് ഒരു വേഷം കെട്ടലായി മാറാതെ ക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ജനിക്കുവാൻ, ക്രിസ്തുവിൻ്റെ മനോഭാവങ്ങളും ക്രിസ്തുവിൻ്റെ ചിന്താശൈലികളും ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചുള്ള ഒരു ജീവിതമൊക്കെ മറ്റുള്ളവർക്ക് സമ്മാനമായി നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള മംഗളങ്ങൾ നേരുന്നു. അതിന് ദൈവം നമ്മളെ പ്രാപ്തരാക്കട്ടെ. പരിശുദ്ധ അമ്മയിൽ യേശുവിന് ജന്മം നൽകിയ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾക്ക് അത്തരത്തിലൊരു മനോഭാവവും നമ്മുടെ ജീവിത പ്രവർത്തനങ്ങൾക്ക് അത്തരത്തിലൊരു ശൈലിയും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ആഗതമായിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തുമസിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ജനിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മളിൽ വസിക്കുകയും മറ്റുള്ളവർക്ക് നൽകുവാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യട്ടെ. ആമേൻ.